സാംസ്കാരിക രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ സിനിമാ രംഗത്ത് നടക്കുന്ന ലൈംഗികവും മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായിട്ട് സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിൻ്റെ മിക്കവാറും ഭാഗങ്ങളൊക്കെ വിവരാവകാശ നിയമപ്രകാരം പരസ്യപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായി എന്നുള്ളതാണ്. പിന്നീട് വളരെ ദിവസങ്ങളോളം സാംസ്കാരിക കേരളം പൂർണ്ണമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തിരിഞ്ഞു. അതിൽ അയാളുടെ പേരുണ്ടോ ഇയാളുടെ പേരുണ്ടോ എന്നൊക്കെ പല തർക്കങ്ങളും വന്നു. അതേ സമയത്ത് തന്നെ ചില സിനിമാ പ്രവർത്തകരായ വനിതകൾ പ്രമുഖ നടന്മാർക്കും സംവിധായകന്മാർക്കും എതിരായിട്ട് ഏതാണ്ട് മീട്ടു പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ച ആൾ എന്ന് പറയുന്നത് പ്രമുഖ നടൻ സിദ്ദിഖാണ്. സിദ്ദിഖ് കുറച്ചാൾ ഒളിവിൽ പോണ്ടായിട്ട് വന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നീട് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുകൂടി പറയാം. അതുപോലെ തന്നെ മറ്റ് പല നടന്മാർക്കെതിരായിട്ട് ഇതേ രീതിയിലുള്ള ആരോപണമുണ്ട്. മുകേഷിനെതിരായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.